അന്താരാഷ്ട്ര മനുഷ്യാവകാശ കമ്മീഷൻ ഇന്ത്യ കേരള സംസ്ഥാന ഭാരവാഹികളുടെയും ജില്ലാ ഭാരവാഹികളുടെയും സ്ഥാനാരോഹണവും ID കാർഡ് വിതരണവും സർട്ടിഫിക്കറ്റ് വിതരണവും ആറ്റിങ്ങൽ പൂവൻപാറ SAV ഹാൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നിടത്ത് അന്താരാഷ്ട്ര ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ തങ്ങൾ സ്വയം അടിച്ചമർത്തപ്പെട്ടവരുടെ ശബ്ദമായി മാറി നിയമപരവും ധാർമ്മികവുമായ അടിത്തറ പാകാൻ ശക്തമായി പ്രവർത്തിക്കുകയും ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് കൂടുതൽ നീതിയും സുരക്ഷിതത്വവും ഉറപ്പുവരുത്താൻ പോരാടുകയും ചെയ്യുന്ന ആഗോളതലത്തിൽ പ്രവർത്തിച്ചുവരുന്ന അന്താരാഷ്ട്ര മനുഷ്യാവകാശ കമ്മീഷന്റെ കേരള സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ സ്ഥാനമേറ്റു. ചടങ്ങ് അന്താരാഷ്ട്ര മനുഷ്യാവകാശ കമ്മീഷൻ ഇന്ത്യയുടെ ദേശീയ പ്രസിഡന്റ് S. സുനിൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഇന്ത്യയുടെ വളർച്ചയും ഉയർച്ചയും അഭിമാനം ഉയർത്തിപ്പിടിക്കാൻ നമ്മൾ ഓരോ ഇന്ത്യക്കാരും പ്രവർത്തനത്തിൽ കൂടി മാത്രമേ നമുക്ക് ഇന്ത്യയിൽ ഉയർത്താൻ പറ്റത്തുള്ളൂ. ഇന്ത്യയിൽ 150 കോടിയോളം ജനങ്ങളുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതിൽ 100 കോടി ജനങ്ങളും താഴെ തട്ടുള്ള പാവപ്പെട്ട ജനങ്ങളാണ്. അവരുടെ ഉന്നമനത്തിനും അവരുടെ ജീവിത നിലവാരം ഉയർത്താനും വേണ്ടിയാണ് ലോകരാജ്യങ്ങൾ നിലകൊള്ളുന്ന ലോകരാജ്യങ്ങൾ അംഗീകരിച്ചിട്ടുള്ള അന്താരാഷ്ട്ര മനുഷ്യാവകാശ കമ്മീഷൻ എന്ന ഈ IHRCI ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഇന്ത്യയിൽ നിലയുറപ്പിച്ചത്. മറ്റുള്ള എല്ലാ സംഘടനകളും UN അഭിലേഷൻ ഏറ്റുവാങ്ങിക്കൊണ്ട് UNന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ നമ്മുടെ ആരാധ്യനായ നമ്മുടെ ഇന്റർനാഷണൽ ചെയർമാൻ സജീന്ദ്ര മോഹൻ സാർ ആ സംഘടന ഇന്ത്യയിൽ കൊണ്ടുവരികയും ഇന്ത്യയിൽ തന്നെ അത് രജിസ്റ്റർ ചെയ്ത് ഇന്ത്യയുടെ സംഘടനയാക്കി മാറ്റിവെച്ചു. IHRCI കേരള ഘടകം ചെയർമാൻ സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റായി വേണുഗോപാലപിള്ള, ജനറൽ സെക്രട്ടറിയായി അഭിലാഷ് ബഷീർ, സീനിയർ വൈസ് പ്രസിഡന്റുമാരായി ഷൈദ പ്രവീൺ, സെവനാഥ് മോഹനൻ, അശ്വിൻ ലിയാവുദ്ദീൻ എന്നിവരും സെക്രട്ടറിമാരായി വേണുഗോപാൽ, സത്യനാരായണൻ, വേദപുരത്ത്, നവാസ്, സന്തോഷ് എന്നിവരും മറ്റ് ഭാരവാഹികളും ചുമതലയേറ്റു. ഹുസൈൻ നസീർ പള്ളിയാലിൽ പ്രസിഡന്റായും വൈസ് പ്രസിഡന്റായി ഫയാസ് നോവാമെൻഷനെയും ജനറൽ സെക്രട്ടറിയായി പ്രജീഷ് ചക്കവും പബ്ലിക് റിലേഷൻ ഓഫീസറായി G. ഗിരീഷ് ലാലും പബ്ലിക് വെൽഫെയർ സെക്രട്ടറിയായി KK ഷിഹാബും മലപ്പുറം ജില്ലാ ഭാരവാഹികളായി ആറ്റിങ്ങലിൽ നടന്ന ചടങ്ങിൽ ചുമതലയേറ്റു. ന്യൂസ് ഡെസ്ക് NCV.